ഏത് സ്റ്റോക്ക് എപ്പോൾ വാങ്ങണം? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് എപ്പോഴെങ്കിലും വാങ്ങുക, എന്നിട്ട് ജീവിതകാലം മുഴുവൻ അതുങ്ങളെ ഒപ്പം കൂട്ടുക എന്നല്ല. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്താലും അവസാനം സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഒന്നും നോക്കാതെ ചാടിക്കയറി ഒരു എൻട്രി എടുക്കുന്നു എങ്കിൽ നിങ്ങൾ എത്ര നാൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്താലും കാര്യമാത്രമായൊരു ലാഭം അതിൽ നിന്ന് ലഭിക്കണമെന്നില്ല. ഒരു സ്റ്റോക്ക് എൻട്രിയും എക്സിറ്റും കുറച്ചെങ്കിലും കൃത്യമാവണം. കൃത്യമായ എൻട്രി എക്സിറ്റ് ചെയ്യാനുള്ള സൂചന കണ്ടറിഞ്ഞ് അത് ചെയ്യാൻ നിങ്ങൾക്കാവുന്നില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾക്ക് അത് കാരണമാവും. ചിലരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് എന്ത് തന്നെ പറ്റിയാലും അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റർ ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും പറഞ്ഞ് ഒരു മോശം സ്റ്റോക്ക് ഒരിക്കലും ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഈ ലോകത്ത് അറിയപ്പെടുന്നവരായിട്ടുള്ള ഇൻവെസ്റ്റർമാരെല്ലാം അവരുടെ പോർട്ട്ഫോളിയോ കാലാകാലങ്ങളിൽ നിരീക്ഷിച്ച് അതിൽ നിന്ന് ഒഴിവാക്കേണ്ട ഹോൾഡിങ്ങുകൾ യഥാസമയം വിൽക്കുകയും വേണ്ടി വന്നാൽ അവ പിന്നീട് വീണ്ടും വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്? ഒരു കമ്പനിയുടെ സകല ജാതകവും പഠിച്ച ശേഷം ആ കമ്പനിക്ക് ഭാവിയിലും വളർച്ച ഉണ്ടാവും എന്ന് മനസ്സിലാക്കി ആ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളാകാനും അങ്ങനെ ആ കമ്പനിയോടൊപ്പം വളരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ആ കമ്പനിയുടെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങുന്നു. ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു കമ്പനിയുടെ തലവര എങ്ങനെ പഠിക്കും? അതിനാദ്യം പഠിക്കേണ്ടത് ആ കമ്പനിയുടെ പൂർവ്വ ചരിത്രമാണ്. ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഡാറ്റ എന്ന് പറയും. ഈ പൂർവ്വ ചരിത്രം വളരെ മികച്ചതും ആ മികവ് കമ്പനിക്ക് ഭാവിയിലും നിലനിർത്താൻ കഴിയും എന്ന ഉറപ്പും ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. അതായത് ഇത്രയും ശരിയായി എന്നതുകൊണ്ട് നേരെ പോയി അങ്ങ് ആ കമ്പനിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? അതിന് ഈ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ സർവീസ് എന്തൊക്കെയാണ് എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ഈ പ്രൊഡക്റ്റിന് വെല്ലുവിളിയാവാൻ ശേഷിയുള്ള പ്രൊഡക്റ്റുകൾ മറ്റ് കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ മെച്ചപ്പെട്ടവ വേറെ കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വികസിപ്പിക്കുന്നുണ്ടോ? ഈ കമ്പനിക്ക് വേറിട്ട പദ്ധതികൾ എന്തെങ്കിലും ഉണ്ടോ? ഭാവിയിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് മെച്ചപ്പെട്ട രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിക്ഷേപിക്കാൻ കൊള്ളാം എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു എൻട്രി പ്രൈസ് നമ്മൾ കണ്ടെത്തണം. ഇതിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി പ്രൈസ്. ഇനി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷം ആ കമ്പനിയിൽ നമ്മൾ എൻട്രി പ്രൈസും കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും സമയാസമയങ്ങളിൽ ഇത് പരിശോധന നടത്തുകയും വേണ്ടി വന്നാൽ ഇതിൻ്റെ അലോക്കേഷനിൽ മാറ്റം വരുത്തേണ്ടതുമാണ്. കുറേ സ്റ്റോക്കും വാങ്ങിയിട്ട് അത് പോർട്ട്ഫോളിയോയിൽ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രം മാർക്കറ്റ് ആവറേജ് റിട്ടേണിനെ മറികടക്കാൻ ഒരാൾക്കും കഴിയില്ല. ദീർഘകാലത്തിൽ അത് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യപ്പെടണം. ഈ ദീർഘകാല നിക്ഷേപം എന്നൊക്കെ പറഞ്ഞാൽ വാങ്ങിയ സ്റ്റോക്കിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഒരുപാട് കാലത്തേക്ക് ഉള്ളത് ഇരിക്കുക എന്നുള്ളതല്ല. അത് ദീർഘകാലത്തേക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഈ ഓഹരി വിപണിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ യഥാസമയങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ മാർക്കറ്റ് നമ്മളെ പിടിച്ച് പുറത്താക്കും. കാരണം മാർക്കറ്റിന് ഒരിക്കലും ഒരു കാലത്തും നമ്മളെ ആവശ്യമില്ല, മറിച്ച് നമുക്കാണ് മാർക്കറ്റ് ആവശ്യമുള്ളത്. ഇതെന്നും ഓർത്ത് പ്രവർത്തിക്കുക.